പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എന്റെ മക്കളെ, ഈ നിയോഗം ഇപ്പൊ പറയാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ എപ്പോഴും വിചാരിക്കുകയെ, ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥന മാത്രം എത്ര കൂടിപ്പോയാലും കുഴപ്പമില്ല, എപ്പോഴായാലും ഹാർവസ്റ്റ് ആവും. അത് സന്തോഷമായിട്ട് നിങ്ങൾ പറയാം, മടുക്കാതെ പറയാം. അതൊരു ഈശോ പറഞ്ഞത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണ നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒരു നല്ല ദിവസം കൊടുത്തത് നന്ദി പറയുന്ന ഈശോയെ. ഇന്നലെ ഉറങ്ങാത്തവരുണ്ട് ഈശോയെ, നടുവേനകാരൻ ഉറങ്ങാത്തവരുണ്ട് ഈശോയെ, ശരീരത്തിൽ നീർക്കടല പോലെ ഇടക്ക് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നിന്റെ തിരുമുറുവാന്ന് വലത് കരുത്ത് ഇപ്പം സ്പർശിക്കണ ഈശോയെ. ശരീരത്തിൽ തളർച്ച അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ, കിടക്കാൻ ശരീരം പൊങ്ങിക്കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമെന്ന് പ്രാർത്ഥിക്കും. അടിപ്പിണ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങട്ടെ. അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ്, കുരിശിനെ ചുവട്ടി മണിക്കൂറുകളോ നിന്ന അമ്മയുടെ ആ ആത്മശക്തി നിങ്ങൾക്ക് ആവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീരം കയ്യിലേറ്റ് മേടിച്ചിട്ട് കല്ലറയ്ക്ക് സമർപ്പിക്കുന്നവരെ അമ്മ ഏറ്റെടുത്ത് ജോലി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചു നിന്ന അമ്മയുടെ ആത്മശക്തി എന്നൊരു അപാര ആത്മശക്തിയാണ്. അമ്മയുടെ ആത്മശക്തി നിങ്ങൾക്ക് നിങ്ങളാക്കട്ടെ, നിങ്ങൾക്ക് അവകാശമാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല കടകളും കമ്പോളങ്ങളും നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. റേഷൻ കട പോലെയുള്ള കടകളെ ഈശോ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ ലൈസൻസ് പോയവരുണ്ടാകാം, ചിലപ്പോൾ കാർഡ് നഷ്ടപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോൾ ചരക്കുകൾ വേണ്ട സമയത്ത് വരണില്ല, പൈസ റീജിയണൽ ഓഫീസ് രജിസ്ട്രേഷൻ ഓഫീസിൽ താലൂക്ക് ഓഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ചരക്ക് കിട്ടണില്ല, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെ പലതരത്തിൽ കച്ചവടം കുറഞ്ഞവരുണ്ടാകാം. ഈശോ എന്തായാലും ഈശോ എന്ത് കച്ചവടം, എണ്ണക്കച്ചവടം ആയാലും അരിക്കച്ചവടം ആയാലും കച്ചവടക്കാരെല്ലാം നീ ആശ്രയിക്കണം പ്രാർത്ഥിച്ചു. വലിയ കച്ചവടങ്ങളൊക്കെ വന്ന കാരണം, വലിയ രീതിയിൽ കച്ചവടങ്ങൾ വന്ന കാരണം ചെറിയ കടക്കാരൊക്കെ പൂട്ടിപ്പോണവരുണ്ട് ഈശോയെ. അവർക്ക് ചിട്ടിക്കടവാണ്, ഭയങ്കര ജപ്തിയാണ്. അവരെങ്ങനെ ജീവിക്കും, എവിടെ പോയി ജീവിക്കും, ആരെ സഹായിക്കുന്ന ഒരു പിടിയില്ലാതെ മനസ്സ് നുറുങ്ങി ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ഈശോയെ അവരെ സഹായിക്കണം ഈശോയെ. കഴുത്തേലും കയ്യിലും ഒക്കെ പൊന്നൊക്കെ കിടക്കണം, എല്ലാം ഇമിറ്റേഷനാണ്. എന്നെപ്പോലുള്ളവരെ കാണും പറയാം, അച്ചായി കിടക്കണത് കാണുന്നതേ ഉള്ളൂ, എല്ലാം ഇമിറ്റേഷൻ. ഞാൻ അപ്പം തന്നെ 2 കൈയും അവിടെ തലയിൽ വെക്കും. കർത്താവേ, പാവത്തിന് ഇതെല്ലാം മാറ്റാൻ ഇടയാക്കണം. അവൾക്ക് ഇപ്പം അതാണ് ആവശ്യം. അവളുടെ അഭിമാനം സംരക്ഷിക്കണം,
അവിടെ നിലനിൽപ്പ് കൊടുക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു വില ഉണ്ടാകണം. അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള ആധ്യാത്മികമായ അഭിഷേകം ഉണ്ടാകണം. എൻ്റെ മക്കളെ എല്ലാം കർത്താവിലുണ്ട്. യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ, എല്ലാവരിലുമാണെന്ന്. കൊളോസ്യസ് 3:11 ഞാൻ എപ്പോഴും പറയണതല്ലേ, യേശു ക്രിസ്തു എല്ലാമാണ്. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് യേശുവാണ്. അതുകൊണ്ട് യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അമ്മമാർ അതിന് മധ്യസ്ഥ നിങ്ങൾ മുന്നേറുക. എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായി ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ ഞാൻ പട്ടിണി നിന്ന് പോലും രോഗിയായിട്ട് പോലും കാല് ഒടിഞ്ഞിട്ട് ഞാൻ കസേര നീട്ടി വെച്ചിട്ട് പോലും 3 മണിക്കൂർ ഞാൻ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കർത്താവ് നീ ഇപ്പോൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കുണ്ടോ അതെല്ലാം നീ കണ്ടില്ലെന്ന് വെക്കണം കർത്താവേ. അവരെ നീ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ നീ കൈപ്പാടെ പൊക്കിയതിന് കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് അവരെ ആശീർവദിക്കുക. അവരെ തടയിൽ നടിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളെ മേടിച്ചു പോയ കർത്താവ് എല്ലാ മക്കളെയും നീ നിന്നിലേക്ക് മേടിച്ചെടുക്കണമേ കർത്താവേ. എല്ലാവരുടെയും വേദനകളെ നീ മേടിച്ചെടുക്കണേ കർത്താവേ. എല്ലാവരുടെയും ഭാരങ്ങൾ നീ മേടിച്ചെടുക്കണേ കർത്താവേ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു, ഭാരപ്പെടുന്നു, സങ്കടപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളയുകയും ചെയ്യും. ഇങ്ങനെ ഗതികിട്ടി മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് തുടരണമേ കർത്താവേ. ശരീരത്ത് മുഴുവനും രോഗങ്ങൾ, മുഴുവനും പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ, അലർജി രോഗങ്ങൾ മൂലം കർത്താവേ ഭക്ഷണത്തിന് ഇനി കുഞ്ഞുങ്ങളെ പോറ്റാനും ഒരു മാർഗം കാണുന്നില്ല. ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനൊരു വീടുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിലൊക്കെ അമ്മമാർ വിഷമം അനുഭവിക്കുക അമ്മമാരുണ്ട്, നേരെ മറിച്ചും തിരിച്ചും വരുന്നവരുണ്ട്. കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും വേദന അനുഭവിക്കുന്നവരെ നീ ഇപ്പോഴവിടെ പത്രോസ് കടലിൽ മുങ്ങിപ്പോയപ്പോൾ അല്പവിശ്വാസി സംശയിച്ചത് എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് നീക്കവിടെ കയ്യെ പിടിച്ചിട്ട് ഈശോയെ. അതുപോലെ ഇപ്പം മുങ്ങിപ്പോകുന്ന സങ്കടക്കടലിൽ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കളെയും കൈകളിൽ പ്രഭാതത്തിൽ നീ കടന്നു പിടിക്കണേ കർത്താവ്. നീ അവരെ കരകയറിനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഇതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് പ്രഭാഷകൻ 11:17 ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. കേൾക്കുമ്പോൾ നിസ്സാരത തോന്നും, പക്ഷെ സംഭവം വെടിക്കെട്ട് വചനമാണിത്. എന്താണ് ദൈവകൃപ? പറഞ്ഞ് ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ബൈബിൾ പണ്ഡിതന്മാർ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഒരു എക്സ്പ്ലെയിൻ എപ്പോഴും കൃപാസനത്തിൽ ലഭിക്കുന്ന എക്സ്പ്ലനേഷൻ എപ്പോഴും ജീവിതത്തിലേക്ക് വേരിറങ്ങി വചനത്തിൻ്റെ വേരുകളെ ജീവിതത്തിലൂടെ ഇറക്കിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേരുകളെ വചനത്തിലൂടെ ഇറക്കിയിട്ട് ജീവിതത്തിന് ആവശ്യമായ വെള്ളവും വളവും എടുക്കുന്ന ജീവിത ബന്ധിയായിട്ടാണ് എപ്പോഴും വചനത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറി തരണത്. എനിക്ക് ആ ഒരു അഭിഷേകമാണ് കർത്താവ് തന്നുള്ളതാണ് ഞാൻ വിവേചിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാര്യം എൻ്റെ മുമ്പിലുള്ളത് പാഠപുസ്തകങ്ങളോ ലൈബ്രറികളോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ല. എൻ്റെ മുമ്പിലുള്ളത് വെന്നീറായി പോകുന്ന ജീവിതം ആവിയായിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ഹൃദയങ്ങളാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് കർത്താവിനെ പകർന്നു കൊടുക്കുന്നത്. ഇപ്പോഴെന്താ പറയുന്നത് അറിയാമോ? ദൈവകൃപ. പ്രഭാഷകൻ എന്താ പറയണത്? പ്രഭാഷകൻ 11:17 എന്താണ് എന്ന് പറഞ്ഞേ? ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ശാശ്വതമായ ഐശ്വര്യം എന്ന് പറയുമ്പോൾ കൃപയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ദൈവത്തിൽ നിന്ന് വരുന്ന ആനുകൂല്യങ്ങൾ, ഫേവേഴ്സ് എന്താണെന്ന് പറയുന്നത്? അത് അനുഗ്രഹമുണ്ട്. അപ്പം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്. വീട്, ജോലി, ഞാൻ എപ്പോഴും പറയാം അല്ലേ, വീട്, ജോലി, വിവാഹം, മക്കള്, എല്ലാം, വഴി, വെളിച്ചം, അതെല്ലാം ഫിസിക്കൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഫിസിക്കലായിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് അതെല്ലാം. പക്ഷേ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. എന്താ ഇപ്പോൾ പവർ ഓഫ് ഗാഡ്. 2 Corinthians 12:9 പറയുന്നില്ലേ, എനിക്ക് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്ക് എൻ്റെ കൃപ മതി. അവിടെ എന്താണ്? അവിടെ അനുഗ്രഹമാണ് ചോദിക്കണത്. ഈ കാര്യം ഇവിടെ അങ്ങേ പൗലോസ് ഗാസ്ട്രിക് അൾസറിൻ്റെ വേദനകൾ, കുത്തുന്ന നൊമ്പരങ്ങൾ, അല്ലെങ്കിൽ ശാരീരിക ജടിക പ്രകോപനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ ഈസ് ഗെറ്റിംഗ് ഗ്രേസിൻ്റെ പ്രശ്നം എന്താണ്? അനുഗ്രഹം എത്ര കിട്ടിയാലും അടുത്ത മണിക്കൂറിൽ, അടുത്ത ആഴ്ചയിലോ അടുത്ത മാസവും അത് തീർന്നു പോകും. പക്ഷെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്. പവർ ഓഫ് ഗോഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സംഭവിക്കുക എങ്ങനെ അറിയാമോ? ചില പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ആ ബ്ലെസ്സിങ്
കൃപയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം, പവറിലേക്ക്. അപ്പം നിങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം ശക്തീകരിക്കുകയാണ്. ക്രിസ്തുവിനൊക്കെ ഈശോയ്ക്ക് സംഭവിച്ചതാണ്. എന്താണ്? അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു. അവിടെ അനുഗ്രഹമല്ല, അനുഗ്രഹമായിരുന്നെങ്കിൽ അത് കുരിശ് മാറ്റിയനാണ്. പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രത്തിൻ്റെ കടന്നുപോട്ടെന്ന് പറയുമ്പോഴേ ഈശോയ്ക്ക് ബ്ലെസ്സിങ്സ് ആണ് കിട്ടിയിരുന്നെങ്കിൽ ആ കുരിശ് മാറ്റണം, നീ ഇപ്പം മരിക്കണ്ടെന്ന് പറഞ്ഞുതരാം. അങ്ങനെയല്ല, ആ കുരിശ് എടുക്കാനുള്ള പവർ കിട്ടി. അതാണ് അവനെ ശക്തിപ്പെടുത്താൻ, അവനെ ശക്തിപ്പെടുത്താൻ. ലൂക്ക 22:43. ലൂക്ക 22:43. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതായത് അവിടെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ അത് കൃപയാണ് ശരിക്കും. അതുകൊണ്ടാണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പറയണല്ലേ. 2 Corinthians 12:9 എന്താ പറയണത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് എപ്പോഴാണ് ഇത് പറയണത്? നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം കൃപ എന്ന് പറയുന്ന ശക്തിയാണ്. ഇപ്പം യേശുക്രിസ്തുവിന് കിട്ടിയത് കൃപയ്ക്ക് മേൽ കൃപയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ഗെത്സമനി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യം എഴുന്നേക്കണം കണ്ടിട്ടില്ലേ? അവന് കൃപ കിട്ടിയോടുകൂടി അവനെ കണ്ട് നിങ്ങൾ ഹും ഡു സിക്ക് ചോദിക്കും, നിങ്ങൾ ആരെ അന്വേഷിക്കണം ചോദിക്കുമ്പോൾ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയും. കർത്താവായ യേശുവിനെ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പുറകോട്ട് മലന്നു വീഴും. പവറാണ് ആ കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയാതെ. അതുപോലെയാണ് ചില സമയത്ത് നമ്മുടെ ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടണില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് പറയരുത്, കേട്ടെന്ന് പറയണം. എന്താ കാര്യം? നിങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം കൃപയാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ലൈൻ മനസ്സിലാക്കണം. അതിന് പരിശുദ്ധാത്മ വേണം, വിവേചനം ചെയ്ത് ഇതിപ്പോൾ ഞാൻ ബ്ലെസ്ഡ് അല്ല, ബ്ലെസ് ചെയ്യല്ല, ദൈവം അതിനൊക്കെ വലിയത് കൃപയാൽ ദൈവശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പോകും. ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ നിത്യത വരെ നിലനിൽക്കും. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയണത്, എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ ശാശ്വതമായ ഐശ്വര്യം നിത്യത വരെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോയാൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത് ബ്ലെസ്സിങ്സിന് ഇപ്പം തരുന്ന കർത്താവ് തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു, അതിന് പകരം നിനക്ക് പവർ തരുന്നു എന്നുള്ള അർത്ഥം. അപ്പം അതിൽ നീ സന്തോഷിച്ച് അത് ആശിച്ച് നന്ദി പറയണം. അല്ലാതെ അയ്യോ ഞാൻ ഈ പ്രാർത്ഥികളെ എന്നാ പ്രാർത്ഥിച്ചത്, ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചതൊക്കെ പറയും. ചില വിഡ്ഢിയാന്മാരൊക്കെ അങ്ങനെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ വിടുവർത്താനങ്ങളൊന്നും വിശ്വാസം പറയരുത്. എന്താ അവൻ പറയും? കർത്താവ് ബ്ലെസ്സിങ്സ് അല്ല, അതിനൊക്കെ വലുത് കൃപ എനിക്ക് തരാൻ പോകുന്നു. ഐ വിൽ ബി ബ്ലെസ്ഡ്, സോ താങ്ക് യു മൈ ലോർഡ് ജീസസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ടോക്കൺ ഉണ്ട്. സന്ധ്യ ആകുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം. ജീവിതത്തിൽ ഒരു സന്ധ്യ ആവില്ലേ എപ്പോഴേലും, ആ പിരിഞ്ഞു പോകേണ്ട കാലം വരുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം. ടോക്കൺ എണ്ണി നോക്കുമ്പോൾ കണ്ടന്റ് ഓഫ് ഹെവൻ, അതായത് നിൻ്റെ തീരുമാനത്തിൽ എൻ്റെ മക്കൾ, അതായത് നിങ്ങളിങ്ങനെ സ്വത്തുകാരാകണത്. വാട്ട് ഈസ് അവർ സബ്ജക്റ്റ്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പൊ ഈശോ അത് അസസ് ചെയ്തിരിക്കുന്ന വിഷയമാണ്. എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പൊ നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ചെയ്യണത്? എന്ത് തീരുമാനം എടുത്താലും അതിനകത്തൊരു കണ്ടന്റ് ഓഫ് ഹെവൻ ഉണ്ടാകണം. അതാണ് ടോക്കൺ. പിടിയാ, എന്ത് തീരുമാനം എടുത്താലും, കൊടുക്ക വാങ്ങുന്ന തീരുമാനം എടുത്താലും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പൈസ, നിങ്ങളൊരു പൈസ കുറേ ആൾക്കാർക്ക് കൊടുത്തു, അപ്പോഴേ അവർ തന്നു, പക്ഷേ നിങ്ങൾ തന്നില്ലെന്ന് പറയുന്നു. രേഖ നിങ്ങളുടെ കയ്യിലില്ല. രേഖ ഇല്ലാവരുവേ. ഇപ്പം നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കൈമാറ്റത്തിൽ ചിലപ്പോൾ രേഖ ഉണ്ടാകത്തില്ല. പിന്നെ ബന്ധം, ഞാൻ പറയണ എല്ലാത്തിനും രേഖ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ കാര്യം? നമ്മുടെ രേഖ ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ കാലങ്ങളിൽ അവർ തന്നു എന്ന് പറഞ്ഞാൽ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ രേഖയില്ലല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്തതാണ്, പക്ഷെ അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നേരം നിറയുള്ള പരിശുദ്ധാത്മാവിനെ ഈ കേസിൽ കക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം നിർത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് കുറേ നാൾ കൊണ്ടുപോകാം. എന്താണ്? അവർക്കൊരു ബോധം ഉണ്ടാകുന്നിടത്തോളം. പക്ഷെ അവർക്ക് ബോധം ഉണ്ടാവും, നിങ്ങൾ കൊടുത്തതാണെന്ന് തന്നെയുള്ള ബോധം ഉണ്ടാവും. പക്ഷെ അവരത് പറയത്തില്ല. അവരപ്പോഴും പറയും, ബോധം ഉണ്ടായാലും അവർ പറയും തന്നിട്ടില്ലെന്ന് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് കുറച്ചെങ്കിലും കൊടുത്ത് ആ ചാപ്റ്റർ എഴുതി മേടിച്ച് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ആര് തോറ്റു? അപ്പോൾ 2 പ്രാവശ്യം കാശ് തോറ്റില്ലേ? ആദ്യം ഒന്ന് കൊടുത്തു. ഇപ്പോൾ കോംപ്രമൈസ് ആകാൻ വേണ്ടി ആ സഹോദരനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വൈരാഗ്യവും പണവും കൂടി ഒരുമിച്ച് വന്നാൽ കർത്താവ് പറയും വൈരാഗ്യം കുറച്ചിട്ട് പണം കൊടുക്കാൻ പറയും. വൈരാഗ്യം, കാര്യം നിന്റെ സഹോദരൻ നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 5:23 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മത്തായി 5:23 നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പൊ സ്വത്തിന്റെയോ സ്ഥാവരയോ വസ്തുക്കളുടെയോ മേലില്ലേ സഹോദരന്മാരൊരു ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതാണ്, അവർ കൊടുത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവർക്ക് ബോധം വന്നു കിട്ടിയതാണ്, പക്ഷെ അവർ അംഗീകരിക്കണില്ല. പോരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. വൈരാഗ്യത്തെ തന്നെ അവർ നിലനിർത്തുന്നു. ഇനി ഇവർ വൈരാഗ്യം വെച്ചിട്ട് നമ്മളെന്നാ കാണിക്കാൻ പോയി പണി നോക്കാൻ പറഞ്ഞാലും നമുക്ക് പണി നോക്കാൻ പറയും. പക്ഷെ ബൈബിളിൽ പണി നോക്കാൻ പറയത്തില്ല. ബൈബിൾ പറയും അവരോട് രമ്യപ്പെടാൻ പറയും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നിത്യത ഇതിൻ്റെ അകത്ത് വിഷയമാണ്. നിത്യതയ്ക്ക് വേണ്ടി നിന്നെ എടുക്കുമ്പോഴേ അവർക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ടാകും, നിലനിർത്തിക്കൊണ്ടാണ് നീ നിത്യതയ്ക്ക് ചെന്നിരിക്കുന്നത്. ടോക്കം പോയി. അപ്പോൾ എല്ലാത്തിനേക്കാൾ സമ്പത്ത് നിത്യതയായതുകൊണ്ടാണ് ബൈബിൾ കർക്കശമായിട്ട് ആ നിത്യതയുടെ കൂടെ നിൽക്കുന്നത്. നമുക്ക് സ്ഥാപനജംഗ വസ്തുക്കൾ നഷ്ടം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ വീണ്ടെടുപ്പിനെ നമുക്ക് വേണ്ടി കൊടുത്തു നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ കൂടെ ജീവിതം നിത്യകാലം ജീവിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുള്ള ആ വിശ്വാസ ജീവിതത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായിട്ട് സ്ഥാപനജംഗ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോട്ടവും നഷ്ടവും ഉണ്ടായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രമ്യപ്പെട്ടുകൊണ്ട് നിത്യജീവൻ ഉറപ്പാക്കാൻ പറയണത് ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നതിന്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്നത് എനിക്ക് തോന്നണതാണ്. ഇപ്പൊ 100 പേര് ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 98 പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കലല്ല എന്ന്. അതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത് പ്രാക്ടിക്കലല്ല. 98 പേര് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ചത്തിപ്പിരിഞ്ഞു പോകാം, ഇഷ്ടമുള്ള കാണിക്കാം, ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ക്രിസ്തുവിൻ്റെ വില, നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ യേശുവ സ്വസ്ത്രം യേശുവ സൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം ഗോഡ്. ലൂക്ക 12:34 നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പം അർത്ഥം എന്താണ്? നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത്? എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടന്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം. സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കണതും എന്താ കാര്യം? ഈ നിത്യത എന്നുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും. കാര്യം എന്താണ്? നിത്യത എന്ന് പറഞ്ഞ സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിരിക്കണം. IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജയിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശിച്ചർപ്പിച്ചെങ്കിൽ 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അതാ പ്രശ്നം. ഇത്ര ക്ലിയർ ആണ് വേട്. 1 കൊരിന്തോസ് 15:19 എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്
പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. സംഭവം. അപ്പൊ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിന് വേണ്ടിയാണെന്നല്ല, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും, വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും. കാരണം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 3:11. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊളോസ്സസ് 3:11. കൊളോസ്സസ് 3:11. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. രസവാ. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ താഴെ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കുറേ കമൻറ്റുകൾ ഇടും. ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ, അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റിഫ്യൂട്ട് ചെയ്ത് കളയും. കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം, ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം. പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എന്നല്ലെങ്കിൽ നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരാണെന്ന് ഉറപ്പാണല്ല. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത്. കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട്, ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത്. അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താണ്? ഞാനിരിക്കുന്നിടത്ത്, ഏറ്റു പറഞ്ഞു, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞേ, എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നില്ല. പരമദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, കണ്ടന്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ഒരു കണം. നമ്മൾ ദൈവക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ? അതുപോലെ ഒരു ദൈവക്കണം, ഒരു ഡിവൈൻ മോളിക്യൂൾ. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെയും ഉള്ളിൽ ഒരു ദൈവക്കണം ഉണ്ടാകും. ദൈവക്കണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം. സ്വർഗത്തിൻ്റെ കണിക എന്താണത്? എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം. കൈയടിച്ച് കർത്താവിനോട് ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതൊരു നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിലെ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ നാമത്തിലെ ഞാൻ ജീവിക്കുമ്പോഴേ എന്റെ വർത്തമാനങ്ങള്, ചെയ്തികള്, സംസാരങ്ങള് ഈശോയെ അവിടെ എല്ലാം സ്വർഗത്തിന്റെ കണമുണ്ടാകാം, ദൈവക്കണമുണ്ടാകാം. എന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ പ്രത്യേകമായി അങ്ങ് താങ്ങി ഒരുക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ഞങ്ങളെല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല.
ജീവിതത്തിൽ നിങ്ങൾ നീതിമാനാകാം, നീതിമതിയാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കുന്ന ശീലമുള്ള ആളാകാം. ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം. പക്ഷെ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും. അപ്പോൾ നീ വിശ്വാസത്തിൽ നിന്ന് തള്ളി മാറ്റപ്പെടും. വിശ്വാസം നിനക്ക് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം, സഹായിക്കുന്നയാളാകാം, മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകറിഞ്ഞ് സഹായിക്കുന്നവരാകാം, നല്ല സ്വഭാവമുള്ളവരാകാം. പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവില്ലേ, സ്വർഗത്തിൻ്റെ ഒരു സൂക്കേട് ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞ ഒരു സൂക്കേടാണ്. എന്ന് വെച്ചാൽ നിനക്കുടനെ അടുത്ത പാഠം തരും. ഇപ്പോൾ ചില സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, അവരെല്ലാം നമ്മളെ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ. അപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു 10-12 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 48 പോയിൻ്റ് നമ്മൾ ചാടി. അപ്പോൾ 48-ൽ 6 പേര് ചാടി. അപ്പോൾ 6 പേര് പുറത്തായി. 6 പേര് 48-ൽ ചാടി, 48 പോയിൻ്റ് ചാടി മുകളിൽ. പിന്നെ വീണ്ടും പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ്. നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് 52-ലെത്തി. 52-ലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 5 പേരും പോയി. അപ്പോൾ നമ്മൾ ജയിച്ചല്ല. പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ലെന്ന് പറയും. ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും, 56 പറയും. അപ്പോൾ നീ സന്ധ്യ വരെ ഒന്ന് ചാടാൻ പറയും. എപ്പോഴാണ് നീ 56-ൽ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ, അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ, അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവരൊന്നുമില്ല. നമ്മളെ പൊട്ട മുണ്ണെ എന്തൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലടാ അത്തേ നീ ചെയ്തിട്ട്. അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി അവസാനം നമ്മൾ ഒറ്റക്കാകും. അപ്പം സ്വന്തം ഭാര്യയും പറയും ഇടിയേറ്റെന്ന് പറയും, ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ്. അപ്പോൾ ഓരോരുത്തർ പറയും, മക്കളും പറയും പപ്പക്ക് ബോധമില്ല, പപ്പ ഈ ലോകത്തല്ല ജീവിക്കണത്, പപ്പ ഈ കാലത്തല്ല ജീവിക്കണത്. അതെ, നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത്, കാലാതീതമായ കർത്താവിൻ്റെ കൂടെയാണ്. കൈ ഇടിച്ച് കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റയ്ക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും. ദാറ്റ് ഈസ് യുവർ ടോക്കൺ. അതാണ് നിൻ്റെ ടോക്കൺ. നിത്യത്തിൽ ഇതെല്ലാം എണ്ണിയെടുക്കും. എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും പോകുമ്പോൾ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. വിട്ടും പോകുന്ന അവസരം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ്? 6:67. യോഹന്നാൻ 6:67. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത്? യോഹന്നാൻ 6:66. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അപ്പോൾ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോൾ സമയത്ത് മുഴുവനും ഓരോരുത്തർ വിട്ടുപോകുന്ന അതായത് വിട്ടുപോകും. നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ടിരുന്നുണ്ട്, നിങ്ങളെ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത്. അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും. ഇപ്പോൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഒരാൾ സ്വീകൃത, അവരെ തിരസ്കൃത. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഔട്ടിങ് ഉണ്ടാകുന്നത്? ഷട്ട് ഔട്ടിങ് ഉണ്ടാകണം. അത് നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്. നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം. എന്താ കാര്യം? ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ. കാര്യം കർത്താവിൻ്റെ വചനം, കർത്താവ് ഷെഡ് ഔട്ട്സിനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്കറിയാമല്ലോ, കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ താഴെ വീഴുകയും ചെയ്യും. അതാണ് ഷെഡ് ഔട്ടിങ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യത ഒരു വിഷയമായത് കാരണം ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ്. അതാണ് പ്രശ്നം. അവസരമല്ല, സൗജന്യമല്ല. ഇത് സൗജന്യമല്ലല്ലോ. അതിലെന്താണ്? ഇത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. 20
ഒന്ന് കൊരിന്ത്യർ 6:20. Take the word of God. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ 1 കൊരിന്തോസ് 6:20. ഒന്ന് കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് നിർത്തി പറഞ്ഞേ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനസ്സിലായി? ശരീരം പോലും വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് സഭ IVF എന്നൊക്കെ പറയുമ്പോഴേ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ്? അതാണ് IVF എന്നൊക്കെ പറയത്തില്ലേ, IUA എന്നൊക്കെ പറയുമ്പോൾ സഭ എന്താ അംഗീകരിക്കാത്ത കാര്യം? സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല, അവർക്ക് എങ്ങനെയും ജീവിക്കാം. 5 ഭാര്യയോ 4 ഭാര്യയോ 3 ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാൾ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അപ്പം നിങ്ങൾ പറയും ശരിയാണ്, ശരിയാകുമോ, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും? കഠിനമല്ലേ? തീർച്ചയായിട്ടും കഠിനമാണ്, കഠിനമാക്കിയിരിക്കണാണ്. 6:60 എടുത്ത യോഹന്നാൻ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ, ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അവിടെ നിൽക്കാൻ പറ്റുമോ, ഞാൻ കാലെ പിടിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, അടുത്ത വചനം എന്താണ്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പോകണമെങ്കിൽ പോയിക്കൊള്ളാനാണ്. കർത്താവ് പറഞ്ഞ വചനത്തിൽ മാറ്റമില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനമാണ്, അത് മാറ്റം ഉണ്ടാകത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും. 21:34 എടുത്ത് Take the word of God. ശ്രുതികട ഹല്ലേലൂയ 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 ശ്രുതികട ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ലൂക്കാസ് വിശേഷം ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ലൂക്കാ 21:33. ആകാശവും ഭൂമിയും കടന്നു പോകും, പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? നിങ്ങളല്ല, ആകാശം തന്നെ പോകും. നിങ്ങളല്ല, ഭൂമി തന്നെ പോകാനും. പക്ഷേ എന്ത് പോകത്തില്ല? ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല. അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമുക്ക് സംരംഭമാകാൻ കാരണം എന്താണ്? നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ടുള്ള ആഴ്ചയിലെ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. നിത്യതയിൽ ഒത്തിരി ഗ്രേഡുകളുണ്ട്. അതായത് ഇപ്പോൾ നിത്യതയിൽ ഇപ്പം മഹത്വം, നമ്മുടെ വിഷയം എന്താണ്? മഹത്വമല്ലേ വിഷയം. ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപാതികമായിട്ടാണ് നമ്മൾ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത്. ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട്. 1 കൊരിന്ത്യർ 15:41 ഹല്ലേലൂയ 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 യേശുവേ നന്ദി. 1 കൊരിന്തോസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്. ഒന്ന് പറഞ്ഞേ, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് പോക്കൃത്തര ഇവിടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? അതാണ് വിഷയം. നമുക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം എന്താണെന്നറിയാമോ? ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം.
നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് എന്ത് പോക്കൃത്തരവ് കാണിക്കാം, ആരെയും പറ്റിക്കാം, ആരെയും കിഡ്നി അടിച്ചു മാറ്റാം, ആരെയും വസ്തു പങ്കിടാം, വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം, ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം, എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ കൊടുക്കണ്ട, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം, ഗുണ്ടായസം കാണിക്കാം, എന്ത് കാണിക്കാം, അവസാനം ഒന്ന് മോങ്ങിയാൽ മതി, ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ. ഒന്ന് ഇത് തീക്കൊണ്ട് ഈ നേരം വിളിക്കുന്നത് എന്താ പ്രശ്നം? അതായത് ഈശോയുടെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനുള്ളത്, ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത്. പിന്നെ എന്താ പറയണത്? 1-15-41 എന്താ പറയണത്? നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭയ്ക്ക് വ്യത്യാസമുണ്ട്. കരിക്കട്ട ഉണ്ടെന്നതിൻ്റെ അർത്ഥം കാണാത്ത സാധനമുണ്ട് അല്ലേ? അപ്പോൾ ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്ന അനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഭൂമി കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ്? സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നോ അത്രയും സ്ഥലം ജ്വലിച്ചിരിക്കും. ഭൂമിയുടെ നിഴലിൽ മറഞ്ഞല്ലേ, ഭൂമിയുടെ നിഴൽ മറച്ചല്ലേ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത്. അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നിഴൽ കൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പൊടി പോലെയും ഇങ്ങനെ പകുതി തുളഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നിഴൽ മാറി മൊത്തം സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോഴാണ് നമുക്ക് പുണയന്ത്രം കിട്ടുന്നത്. ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് പറയണം. ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം മക്കളെ. അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് IELTS പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് 9ാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിലേ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും. നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന്. ഈ ഉടമ്പടിയും കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്ന് ദാഹിക്കണം. കർത്താവേ, ഒത്തിരി അബദ്ധങ്ങളും അപരാധങ്ങളൊക്കെ സംഭവിച്ചു, എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് 1 മാസം, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, 1 മാസം ഒരു ടോക്കൺ മേടിക്കണം. സ്വർഗത്തിൻ്റെ കണ്ടൻ്റുള്ള, സ്വർഗത്തിന് വേണ്ടി നിന്ന് നിലപാടെടുത്ത, സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ. നമ്മൾ തോറ്റുകൊടുത്ത, നമ്മൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധൂസാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പ കുത്തുകയും ചെയ്ത ഒരു ടോക്കൺ 1 മാസം നിങ്ങൾ നേടിയെടുക്കണം. ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ 1 മാസം ഒരു സാക്ഷ്യം ഇങ്ങനെ വഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം.